ഓ ഗൈസ്, അങ്ങനെ കുറേ കാലത്തിന് ശേഷം വ്ളോഗിലേക്ക് വീണ്ടും വന്നിരിക്കുന്നു. ഇന്ന് നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ നമ്മൾ ലണ്ടൻ വരെ പോവാം. ലണ്ടനിൽ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, അരവിന്ദ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നതിന് മുന്നേ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. You guys remember that guy? എല്ലാവർക്കും വിശപ്പുണ്ട്. എന്നിട്ട് ആ സാലഡൊക്കെ എടുത്ത് കഴിക്കും. ഫുഡ് വന്നു കഴിച്ചു, ആർത്തോടെ കഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു, ഇനി പോവാണ് ലണ്ടൻ. ഇനി ലണ്ടൻ കാഴ്ചകളായിരിക്കും അല്ലേ, ലണ്ടൻ കാഴ്ചകൾ. അപ്പോൾ ഓക്കെ, ലണ്ടൻ ട്രിപ്പാണ്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പോകുന്നത്. എന്തോ എവിടെയൊക്കെ ഏതൊക്കെയോ മലയിലേക്ക് നമ്മൾ എത്താൻ പോവാ. ലണ്ടൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ ലണ്ടൻ ഹൈവേ കളഞ്ഞു കണ്ട് നമ്മള് ഗ്രാമപ്രദേശം പിടിച്ചിട്ടുണ്ട്. ഹൈവേ റിസ്ക് ആണ്, ഹൈവേ ഒരു വൈബില്ല. ഇതാകുമ്പോ നമ്മൾക്ക് പ്രകൃതി ഭംഗിയാൽ ആസ്വദിച്ചു പോവാം അല്ലേ. ഇനി ഇവന്മാർക്ക് വെള്ളവടിയും നടക്കും. കട്ടൻ കാപ്പിയാ വെറുതെ അപകടം പാവപ്പെട്ട ചെറുപ്പക്കാര്. നീ സംസാരിക്കും, ക്യാമറമാൻ. കുടിച്ചാൽ ഇറക്കണ്ടവൻ. കട്ടൻ പോലെ വേണോ? പിന്നെ പോണം. കള്ള കുടിച്ചിരിക്കുമ്പോ ആ സുഖം ഉണ്ടല്ലോ, അത് പിന്നെ കിട്ടോ? ഇല്ല ഇല്ലേ. ആൾക്കാർ വിചാരിക്കും ഇതെന്താ ഇതൊക്കെ ബ്ലോഗിൽ ഇടുന്നേ. നമ്മൾ പച്ചയായ ജീവിതം കാണിക്കും അല്ലേ, ഗ്രീൻ ലൈഫ്. ഇതങ്ങനെ ഹിറ്റ് ആവണം. നാട്ടിൽ പോയി ഒരുത്തനും പിന്നെ വീട്ടിൽ കയറാൻ പറ്റില്ല, പള്ളി പോലും കേട്ടത്തില്ല. മൈരേ ഊമ്പി പിന്നെ നീ ബ്ലീപ്പ് ചെയ്താൽ അന്ന് ബ്ലോഗ് മൊത്തം ബീപ്പായിരിക്കും. അത് കുഴപ്പമില്ല. അജയമാൻ എന്താ പറഞ്ഞ കാട്ടിൻ്റെ അകത്ത് പോകണമെന്ന്. കാട്ടിൻ്റെ അകത്ത് പോയിക്കോടാ. ഇത് കാട് കണ്ടോ, നല്ല പ്രകൃതി രമണീയമായതാ. സിഗരറ്റ് വലിയൊക്കെ നിർത്തിയിട്ടുണ്ടായിന്, ഇപ്പതാ വീണ്ടും തുടങ്ങി. ഡിപ്രഷനാണെന്നാ പറയുന്നത്. പരാജയമനെ സ്പോഞ്ച് പോലെയാണെന്ന് ഇവൻ ആരെങ്കിലും സ്പോഞ്ച് അറ്റത്തുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. സെക്കൻഡ് സ്പോട്ട് എത്തിയിരിക്കുന്നത്. സ്പോട്ടൊന്നും അല്ല, കാണിച്ചു കൊടുക്കും പിള്ളേർക്ക്, കാണിച്ചു കൊടുക്കും. സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞു വലുതാ. സൺസെറ്റ് കാണാൻ വന്ന അജയ്മാൻ. പറയാനൊന്നുമില്ല അല്ലേ, പ്രത്യേകിച്ച്. പക്ഷെ നല്ല പ്ലേസാ, ശാന്തമുണ്ട്. കഞ്ചാവൊക്കെ അടിച്ച് കഞ്ചാവീരനാണ് ഇവിടെ ഇരിക്കുന്നത്. ജയമന്റെ കഥയാണ് പറയണ്ടേ. സ്റ്റിക്ക് അടിച്ച് കട്ടായി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ അജയമന്റെ ഒരു കാലുണ്ടായി. അതിനുശേഷം അജയമൻ നിന്നു. ഇപ്പൊ ഏതാ മുഖത്ത് നോക്കി ചമ്മലെല്ലാം നോക്കുക, ചമ്മല്. ഇന്ന് സൈലന്റ്. ഇപ്പൊ അവിടെ എത്തുമ്പോഴായിരിക്കും എങ്കിലോ ജയമോന്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫർ വീഴുന്നുണ്ട്. ഗായ്സ്, അങ്ങനെ നമ്മൾ ലണ്ടൻ എത്തി. നമ്മുടെ ഫ്രണ്ട് അരവിന്ദനെ കണ്ടു. പക്ഷെ അവൻ ജോലിയില്ല. ഇപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ അവൻ്റെ പരിപാടി കഴിയും. അപ്പോൾ അവനും പിക്ക് ചെയ്ത് നമ്മൾ പോകാൻ പോവാം.
ഇവിടെ ടീംസ് ഇവിടെ ഉണ്ട്. വണ്ടി ഓണാക്കി അവിടെ ഇരിക്കുമ്പോൾ മതി. ലണ്ടൻ തെരുവുകളിലൂടെ കാഴ്ച. അജയ് നമ്മൾക്കെല്ലാവർക്കും പിസ്സ ഓർഡർ ചെയ്ത് സ്പോൺസർ ചെയ്തിരിക്കുക. അബി, നമ്മളിപ്പോ എവിടെയാ നിക്കുന്നേ? അരവിന്ദനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അരവിന്ദൻ എന്താ ഈ കാലിന്റെ ഇടയിലാണ്. അരവിന്ദന്റെ ഈ കാലിന്റെ ഇടയിൽ നിന്ന് നമ്മുടെ ഈ കാണുന്നതാണ് നമ്മുടെ എവിടെയാടാ ഇത്? ലണ്ടൻ. നമ്മൾ കേംബ്രിഡ്ജ് അല്ല, വാട്ടർലൂ നിന്ന് ഇവിടെ വന്നപ്പോ ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതോ കാട്ടിന്റെ ഇടയിലുള്ള എന്തോ ഒരു സംഭവം. അതല്ല, അതെ, മെയിൻ ലണ്ടൻ കാണാൻ കിടക്കുന്ന മെയിൻ ലണ്ടൻ ഒന്നുമല്ല. പിന്നെ എന്താ പറഞ്ഞ വാട്ടറിൽ പബ്ലിക് സ്കോർ കിടന്നിട്ട് നീ പറയാ ലണ്ടൻ ആണ് സൂപ്പർ എന്നോ? ലണ്ടൻ നീ കണ്ടിട്ടില്ല. ലണ്ടൻ നീ എന്താ കണ്ടത്? ലണ്ടൻ നഗരത്തിന്റെ ഒരു ചെറിയ ഭാഗം നീ കണ്ടു. നീ എന്താ ലണ്ടനിൽ കണ്ടെന്ന് പറയും. ലണ്ടനിൽ എന്താണ് ഇല്ലാത്തത്? എന്താണ് നീ കണ്ടതെന്ന് പറയാനാ പറഞ്ഞ. എന്തില്ലാന്നല്ല, എന്താണ് നീ കണ്ടത് പറയും. നമ്മുടെ പ്രേക്ഷകരെല്ലാം നീ ഇതാ പറയുന്നത്. നീ നിന്റെ വണ്ടിയുമായിട്ട് ഇതാ നടന്നടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം, ലണ്ടനിൽ നീ എന്താണ് കണ്ടത്? ലണ്ടനിൽ ഒരുപാട് മലയാളി സുഹൃത്തുക്കളെ കണ്ടു. ഓ മൈ ഗോഡ്, ദാറ്റ്സ് ട്രൂത്ത്. ദാറ്റ്സ് അജീവൻ. പ്ലീസ് എക്സ്പ്ലെയിൻ. പ്ലീസ് എക്സ്പ്ലെയിൻ. അജീവൻ, പ്ലീസ് എക്സ്പ്ലെയിൻ. ഏതൊക്കെ ചിക്സിനെയാണ് നീ കണ്ടത്? ഈ കൊതം കാണിച്ചിട്ടാണോ നീ ചിക്സിനെ? ഓ മൈ ഗോഡ്, സെക്സി. ഇല്ല അതായത് ഇതാ ഇങ്ങോട്ട് നോക്കാം അജീവനെ. ജോലി കഴിഞ്ഞത് അരവിന്ദ് എത്തിയിരിക്കുന്നു. അരവിന്ദ് നാളെ നീ വ്ളോഗിൽ കയറൂടാ. അരവിന്ദ് ഫുള്ള് ബ്രാൻഡിലോട്ട് മാറി. അഡിഡാസോ ഡിബാസ്. ഇല്ല, അത് പ്രശ്നമില്ല, നീ പറഞ്ഞോ. ആൾക്കാർ അറിയട്ടടാ, അറിയട്ട്. പറ അരവിന്ദ്, പറ. ക്യൂ, ഫ്രെഷ്കോന്റെ മുന്നിൽ ക്യൂ. കൊച്ചിൻ ലൈറ്റ്സ് അരവിന്ദ് പറഞ്ഞൊരു സ്പോട്ടാ. ഫുഡ് അത് നമ്മൾ റൂമിലില്ലേ, ബംഗു. എത്ര കൊല്ലം അവിടെ കിടന്ന്? 1.5 കൊല്ലം അവിടെ കിടന്നില്ലേ? ലണ്ടൻ ബോയ് ആയി. ലണ്ടൻ അവസാനം എനിക്ക് ടൂക്ക്. വേറെ പറടാ, പ്രേക്ഷകർ നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മള് റിക്വസ്റ്റ് സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരമാണ് ലണ്ടൻ ബോയിനെ കാണാൻ വന്നത്. എല്ലാവരും ഉറപ്പിച്ചു. ഇവന് എന്റെ സെയിം സാധനം തന്നെ, പൊറോട്ടയും ചിക്കൻ റോസ്റ്റ്, ബീഫ് റോസ്റ്റ്. എനിക്ക് ബിരിയാണി. അപ്പൊ ഞാൻ ബിരിയാണി എടുക്കാം. ന്യൂ ഡ്രൈവർ ഓൺ ദ ടൗൺ, അരവിന്ദ് ഗോസ്വാമി. വ്ളോഗാണ്. ഞാനിപ്പോൾ ജോലിയൊക്കെ വിട്ട് ഫുൾ ടൈം വ്ളോഗർ, പാർട്ട് ടൈം വർക്ക്. ഫുഡൊക്കെ കഴിച്ച കില്ലർ ഏജ് ഇവിടെ ഉറങ്ങി. പക്ഷെ വെട്ടം കുറവായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഇവിടെ അരവിന്ദ് മാപ്പൊന്നും വേണ്ട പറഞ്ഞിങ്ങനെ ഇതാ ഏതോ വഴിയിലൂടെ സഞ്ചരിക്കാം. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ. അത് ചെറുക്കൻ്റെ ഡ്രൈവിനെ കുറിച്ച് എന്താ പറയാനല്ലേ? കുഴപ്പമില്ലടാ, ഒരു തെറുപ്പുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ വന്നെടുക്കാം നമ്മള്. പക്ഷെ നാട്ടിൽ എനിക്ക് നേരെ ഓപ്പോസിറ്റാ. അച്ഛനൊക്കെ പറയുന്നത് ഞാൻ ലോറിയൊക്കെ ഓടിക്കുന്ന അല്ല ഓടിക്കുന്നത്. ഇവിടെ ഞാൻ ഡീസന്റ് ഓടിക്കും. നാട്ടിലാണെങ്കിൽ
കാലില് കടപ്പാണെങ്കിൽ അത് ബൈക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ 2 ബൈക്കിൽ ഞാൻ കുറവാണ് കാണിക്കുന്നത്. ബൈക്ക് കാണിക്കണത് 150 cc വണ്ടി ഒരു 110 കയറ്റ്. ഗൈസ് അങ്ങനെ നമ്മള് ലണ്ടനിൽ അരവിന്ദിന്റെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് പോവാണല്ലോ. പോവാണത് ഞാനൊക്കെ വിളിച്ച് എന്തൊക്കെയോ പറയാണ്. ഒരുപാട് ലേറ്റ് എന്നാവാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ജയ്മോൻ ഷൂസൊക്കെ ഇട്ട് റെഡി ആവാണ്. കൊച്ചു പിള്ളേന്നല്ലോ കഴിക്കണം കേട്ടോ, തിന്നണം കേട്ടോ, ചത്ത് പോകുള്ളൂ കേട്ടോ, ഫുഡ് കഴിക്കണം കേട്ടോ, മൊത്ത നമ്മളിവിടെ കിഴക്കൻ തട്ടുകടയിൽ ചായ പിടിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ എന്തേത് ഇത് നമ്മുടെ പഴയ ഒരു കൂട്ടുകാരനാ ഗോപാൽ. അല്ലാതെ വ്ളോഗാ. നമ്മളൊക്കെ ഹൈടെക് ആയി ഗോപാലോ. എടാ ഇതൊക്കെ എന്തെങ്കിലും വിഷാണോ? ഏത് ശരി ഗൈസ്, ചായ കുടിച്ച് കാണാം. വീഡിയോ പിടിച്ചാൽ ആ നല്ല ഇതിൽ കിട്ടിയ കാനഡയിലെ ഗ്രാമീണത അല്ലേ? ഗ്രാമീണതയും പച്ചപ്പും. It's a fucking beautiful country. Yeah. It's a fucked up. ഇവിടെ മറ്റേ സാധനം ഉണ്ട്, ഗിഡ് 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 ഗിഡ്. ആ ബോർഡ് കണ്ടില്ലേ? അത് റെയിൽവേ ട്രാക്ക് അല്ലേ? റെയിൽവേ ട്രാക്ക് കണ്ട അപ്പാപ്പന്മാരൊക്കെ ഹാർലി ഡേവിഡ്സണിൽ ഇങ്ങനെ ചെത്തിയെടുക്കാം. സ്വാഗ്. പോകുന്ന വഴി കൊള്ളാലോ. ദിസ് ഈസ് വർക്കിംഗ് ഗുഡ്. അല്ലെങ്കിൽ ശവക്കല്ല ഇവിടെ നിർത്തി, ഇവിടെ ഇറങ്ങിയാലാണ് പോകുന്നു. ഇവിടെ എന്തിനാ വേണ്ട, കുറച്ചുകൂടെ പോട്ടെ. കുപ്പായ ഇതിനാ വെച്ചാണ് ഗൈസ്. ഇതാണ് ന്യൂ ഹാംബർഗ്. ലണ്ടനിൽ നിന്ന് വരുമ്പോൾ കാണുന്നൊരു പ്ലേസാണ്. ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് പോയത്. നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയൊക്കെ ഉണ്ട്. അങ്ങനെ ലണ്ടൻ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമ്മളൊക്കെ തിരിച്ചു പോവുകയാണ്. ബാക്ക് ടു നമ്മുടെ താവളം വാട്ടർലൂ. നമ്മുടെ അരവിന്ദനെ നമ്മള് ജോലി സ്ഥലത്ത് എവിടെ നിന്ന് പിക്ക് ചെയ്ത് അവിടെ തന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്യും, ഡംപ് ചെയ്യും. ഇത് വേണ്ട, നമ്മളൊരു ചായ ഒക്കെ കുടിച്ചു, ഒന്നും കാണിച്ചിട്ടില്ല കാരണം വയ്യായിരുന്നു. ക്ഷീണമാണ് ഭയങ്കര ക്ഷീണം. അജയ്മോന് നമ്മുടെ അജയ്മോന് അസൈൻമെന്റ് ഉണ്ട് പോലും നാളെ കൊണ്ടെത്തിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട്. അജയ്മോൻ ഒന്ന് ഓക്കെ മൂളിയെന്നെങ്കിൽ നമ്മൾ ഈ വണ്ടി നേരെ ഹാമിൽട്ടൺ വിട്ടു, വയ്യെങ്കിൽ പോലും. ശരിയാ, അജയ്മോൻ said no. ചെയ്യണം. അജയ്മോൻ, you are a bitch.